ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ പിസ്സ തയ്യാറാക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. അതിനാവശ്യമായി ഒരു ബൗൾ എടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് നന്നായി ഇളക്കി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം 2 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് നന്നായി കുഴച്ച് എടുക്കാവുന്നതാണ്. ശേഷം 2-3 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്ത് വെക്കാവുന്നതുമാണ്. ശേഷം നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാം. ആവശ്യമായ തക്കാളി, സവോള, വറ്റൻമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ കാത്തിരിക്കാം. പിന്നീട് ചൂടാറിയതിന് ശേഷം ഈ എല്ലാ മിക്സും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ അരച്ച് എടുക്കാവുന്നതാണ്. പിന്നീട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലോട്ട് ഈ മിക്സ് കൂടി ചേർത്ത് നന്നായി ചൂടാക്കി എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ മിക്സിലോട്ട് ആവശ്യത്തിന് സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഓർഗാനിക് പൗഡർ കൂടി ചേർത്ത് നന്നായി ഇളക്കി ചേർക്കാവുന്നതാണ്. പിന്നീട് നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവെല്ലാം കൂടി നന്നായി ഒന്നുകൂടി കുഴച്ച് എടുക്കാവുന്നതാണ്. മാവ് 2 ഭാഗങ്ങളായി കട്ടാക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. പിന്നീട് പാൻ എടുത്ത് അതിലോട്ട് ഓയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഈ മാവ് അതിലോട്ട് പരത്തി എടുക്കാവുന്നതാണ്. ഇവിടെ വെജിറ്റബിളാണ് പിസ്സയിൽ വയ്ക്കുന്നത്. അതിനാവശ്യമായി സവോളയും ക്യാരറ്റും ചീസും ക്യാപ്സിക്കവും പിന്നെ നമ്മൾ തയ്യാറാക്കിയ സോസും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ പരത്തി വെച്ചിരിക്കുന്ന ഈ മാവിലോട്ട് സോസ് നന്നായി ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അതിലോട്ട് ആവശ്യമായ ചീസും അതേപോലെ സവോളയും ക്യാരറ്റും ക്യാപ്സിക്കയും വെച്ച് 1 ലെയർ ചീസ് കൂടിയും വെച്ച് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാവുന്നതാണ്. 10 മിനിറ്റ് ശേഷം നമുക്ക് രുചികരമായ പിസ്സ റെഡി ആയിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ പുതിയ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.